ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തിയും ഹൈ പ്രോട്ടീനുമായ ഒരു സോയാബീൻ സലാഡാണ്. സോയാബീൻ ആയതുകൊണ്ട് തന്നെ വെജിറ്റേറിയൻകാർക്കും നോൺ വെജിറ്റേറിയൻകാർക്കും ഇത് ഒരുപോലെ യൂസ്ഫുൾ ആയിരിക്കും. ഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും പ്രോട്ടീൻ കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്കും ആരോഗ്യകരമായ ഒരു മീൽ അന്വേഷിക്കുന്നവർക്കും ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഈ രുചികരമായ സലാഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സോയാബീൻ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഉപ്പും ഇട്ട് കൊടുത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് സോയാബീൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ സോയയാണ്. വലുതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് നമുക്ക് കുറച്ചുകൂടി കഴിക്കാൻ എളുപ്പവും ചെറിയ സോയാബീൻ തന്നെയാണ്. അപ്പോൾ സോയ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് പദം വന്ന് നല്ല രീതിയിൽ വെട്ടിത്തിളയ്ക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോഴത്തേക്കും തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മുടെ സോയാബീൻ ചൂട് മാറാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. സോയാബീൻ തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് സലാഡിലേക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സലാഡ് വെള്ളരിയും തക്കാളിയും സവാളയുമാണ്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ തൽക്കാലം ഇത് 3 എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതൊരു ഇൻസ്റ്റൻറ്റ് ഈസി റെസിപ്പി ആയതുകൊണ്ടും കൂടിയാണ് ഞാൻ ഒരുപാട് വെജിറ്റബിൾസ് എടുക്കാത്തത്. നമുക്ക് ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ ലെറ്റ്യൂസ് അങ്ങനെയുള്ള എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കളർഫുൾ വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്താൽ കാണാനും നല്ലൊരു ഭംഗിയുണ്ടാവും. പിന്നെ അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂവും കൂടും. ഇപ്പോൾ അത് കുറവാണെന്നല്ല, ഇത് തന്നെ നല്ലൊരു ഹൈ പ്രോട്ടീൻ സലാഡാണ്. ഞാൻ ഒരുപാട് സലാഡ് റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കാനും കഴിക്കാനും പറ്റുന്ന ഒരു റെസിപ്പി സോയാബീൻ്റെ തന്നെ ആയിരിക്കും. സാധാരണ സലാഡ് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ വിശപ്പ് തോന്നും അല്ലേ? എനിക്കങ്ങനെയാണ്. പക്ഷേ സോയാബീൻ പ്രോട്ടീൻ്റെ നല്ലൊരു ഉറവിടം ആയതുകൊണ്ട് തന്നെ നമുക്കിത് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞൊരു ഫീൽ കിട്ടാൻ ഇത് സഹായിക്കും. എന്നാൽ സോയാബീൻ്റെ ടേസ്റ്റും ആ ഒരു മണവും ഇഷ്ടമല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് ഒരുപാട് പേരെ അങ്ങനെ അറിയാം. പക്ഷേ ഇതുപോലെ ഒന്ന് സലാഡ് ഉണ്ടാക്കി കഴിച്ചു നോക്കും. സോയാബീൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പോലും പറ്റില്ല. മാത്രമല്ല അത് അങ്ങനെ ഒരു മണവും ടേസ്റ്റും വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് നന്നായിട്ട് കഴുകാത്തപ്പോഴാണ്. ഈ വെള്ളത്തിൽ വെച്ച് കുതിർത്ത് കഴിഞ്ഞാൽ ഞാൻ 3-4 പ്രാവശ്യം ഇങ്ങനെ നന്നായിട്ട് കഴുകുന്നുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല എന്നേ ഉള്ളൂ. നമ്മളൊരു 4 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് നന്നായിട്ട് വെള്ളം മാറ്റി മാറ്റി കഴുകി കൊടുക്കണം. അപ്പോൾ ആ സോയാബീൻ്റെ ആ ഒരു സ്മെല്ലും അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റിൻ്റെ ആ ഒരു വ്യത്യാസവും പൂർണ്ണമായിട്ടും മാറും. വെജിറ്റബിൾസ് ഇങ്ങനെ ചെറിയ ക്യൂബായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണമെന്നില്ല. നമുക്ക് എങ്ങനെ കഴിക്കാനാണോ ഇഷ്ടം, അത് നീളത്തിലോ വട്ടത്തിലോ എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ കട്ട് ചെയ്തെടുക്കാം. സാലഡ് കുക്കുംബറിൻ്റെ തൊലി ഞാൻ ചെത്തിക്കളയുന്നില്ല. തൊലിയോട് കൂടി തന്നെയാണ് ഞാൻ സലാഡിന് വേണ്ടി എടുക്കുന്നത്. അതല്ലാതെ തൊലി ചെത്തിക്കളഞ്ഞിട്ടും നമുക്ക് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. തൊലി ചെത്തിക്കളയാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കത്തി സ്കിപ്പായി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ തിരിച്ചു വെച്ച് കട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ സലാഡിന് വേണ്ടുന്ന വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ സോയാബീൻ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി അതൊരു 3-4 പ്രാവശ്യം വെള്ളം മാറ്റി നന്നായിട്ട് കൈകൊണ്ട് പിഴിഞ്ഞ് കഴുകിയെടുക്കാം. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ശേഷം പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് ഇത്രയും വളരെ ചെറിയ അളവിൽ വളരെ കുറച്ച് 1/2 ടേബിൾ സ്പൂണിന് താഴെ മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഉപ്പ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ നേരത്തെ സോയാബീൻ വേവിക്കാൻ വെച്ചപ്പോൾ ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം എല്ലാം കൂടി നന്നായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് വളരെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ആയാലും മതി. എൻ്റെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബട്ടർ ചൂസ് ചെയ്തത്. ശേഷം അതൊന്ന് മെൽറ്റ് ആയതിനു ശേഷം നമ്മുടെ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന സോയാബീൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഇപ്പോൾ മെൽറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അത്രയും കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. സാലഡ്സിന് എപ്പോഴും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒലിവ് ഓയിൽ തന്നെയാണ്. സോയാബീൻ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം.
ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കണം, കാരണം ഓയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോയാബീൻ കരിയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ സോയാബീൻ ഏകദേശം ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് മാക്സിമം നോൺ സ്റ്റിക്ക് പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ അടിയിൽ പിടിക്കാതെ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ സലാഡിൽ ഞാനൊരു സിമ്പിൾ ഡ്രസ്സിങ്ങാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി കുറച്ച് ചാറ്റ് മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു നാരങ്ങയുടെ പകുതിയും സ്ക്യൂസ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഡ്രസ്സിങ് നമുക്ക് എങ്ങനെയുള്ള ഡ്രസ്സിങ് വേണമെങ്കിലും സലാഡിന് ചെയ്യാം, പക്ഷേ ഹെൽത്തി ആയിട്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സിങ്ങാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നാരങ്ങയുടെ നീരും ചാറ്റ് മസാലയും യൂസ് ചെയ്തത്. അല്ലാതെ നമുക്ക് യോഗേർട്ട് വെച്ചിട്ട് ഡ്രസ്സ് ചെയ്ത് കൊടുക്കാം, പിന്നെ പീനട്ട് അരച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ പലതരം ഡ്രസ്സിങ്ങുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഹൈ പ്രോട്ടീൻ സോയാബീൻ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പിയിൽ ഞാൻ ഓയിൽ വളരെ കുറച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഇതൊരു ലൈറ്റ് മീലായിട്ട് നമുക്ക് കഴിക്കാം. പിന്നെ ഈ സലാഡ് ലഞ്ചിനോ വൈകുന്നേരത്തെ സ്നാക്കായോ വർക്കൗട്ടിന് ശേഷമോ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ ഇതുവരെ സോയാബീൻ സലാഡ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും വളരെ സിമ്പിളും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സാലഡ് റെസിപ്പിയാണ്. ഞാനിവിടെ എൻ്റെ മോൾക്കും കൊടുക്കാറുണ്ട്. അവൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഡയബറ്റിക്, PCOD, PCOS പോലുള്ള കണ്ടീഷൻസ് ഉള്ളവർക്ക് ഈ ഒരു സാലഡ് റെസിപ്പി ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ ഈ വീഡിയോയും സാലഡ് റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എല്ലാവരും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.